കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളർത്താനൊക്കെ ശീലിക്ക് സഹോദര. മക്കൾ മരിക്കുമ്പോൾ, വാപ്പ മരിക്കുമ്പോഴല്ല വളർത്തേണ്ടത് നൈരാശ്യം, പ്രേമനൈരാശ്യം. നാളെ ഇല്ലേപ്പാ അല്ലേടാ, നാളത്തെ ദിവസമല്ലേ ഫെബ്രുവരി 14, പ്രണയദിനം. ഇതൊരു ചുമന്ന എന്തോ ഒരു തുണി എന്തോ കൊണ്ട് ചുമന്ന ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ദിവസം. നാളെ രാത്രി എറണാകുളത്ത് പോകാൻ വേണ്ടി ചിലരൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട് പിള്ളമാരില്ലടാ. നാളെ രാത്രി എറണാകുളത്ത് പോകാൻ വേണ്ടി രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ പോകാൻ. നാളെ പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഒരു ദിനം. എന്ത് പ്രണയമില്ലേ, തമ്മി തല്ലി അഭിനയിച്ചുകൊണ്ട് ജീവിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാനെ പ്രേമിക്കടാ ചങ്ങാതി, അള്ളാനെ പ്രേമിക്കണം, മുത്തുനബിയെ പ്രേമിക്കണം. അതാ പ്രേമം എന്ന് പറഞ്ഞ പ്രേമിക്കണം. ഇസ്ലാമിൽ പ്രണയമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇസ്ലാമിൽ പ്രണയമുണ്ട്, പക്ഷെ പ്രണയിക്കേണ്ടതുപോലെ. എന്താ പ്രണയം? ഇസ്ലാം പറയുന്ന പ്രണയം അള്ളാനെ പ്രണയിക്ക്, മുത്തുനബിയെ പ്രണയിക്ക്. ഇനി ഒന്നുമില്ലെങ്കിലും കാമുകിമാരുടെ പുറകെ സ്വന്തം പെണ്ണുമ്പിള്ളയെ പ്രേമിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയെ പ്രണയിച്ചു നോക്ക്, ഏറ്റവും മനോഹരമായിട്ട്. വിവാഹത്തിന് മുമ്പല്ല പ്രണയിക്കേണ്ടത്, വിവാഹത്തിന് ശേഷം പ്രണയിക്കണം. ഇസ്ലാമിൽ ചില കാര്യങ്ങൾ, ബന്ധങ്ങൾ, സ്നേഹങ്ങൾക്ക് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, ഇമാം ഷാഫി തങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ വല്ലാത്ത കൂട്ടുകാരായിരുന്നു രണ്ടുപേരും. പനി പിടിച്ചാൽ പോലും പറഞ്ഞു വിടും ദുആ ചെയ്യാൻ. അതായിരുന്നു ബന്ധം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ലോകമറിയുന്ന മഹദിയ. ഈജിപ്തിൽ പോകുമ്പോൾ കാണണം, പടച്ചോനെ ഇവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വല്ലാത്ത ഖബറ. ഈജിപ്തിൽ പോകുമ്പോൾ കാണാൻ പടച്ചോനെ മനോഹരമായ ഒരു ഖബർ, പൂക്കൾ കൊണ്ടിങ്ങനെ നിറച്ചിരിക്കുക. ഈജിപ്തിൽ പോകുമ്പോൾ കാണും ഫുള്ള് പൂവാ, മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരിക്കുമ്പോൾ ഖുർആൻ ഓതിയിട്ടാ മരിച്ച. അള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് 2 ആഗ്രഹമുണ്ട് പടച്ചോനെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സാധാരണ ഒരാളല്ല, സ്വന്തം കൈകൊണ്ട് കബറ് കുഴിച്ച മഹദിയ. നമ്മൾ കബറ് കുഴിച്ചതിനെ കുറിച്ചൊക്കെ പറയാതിരിക്കണം നല്ലത്. അള്ളാഹു കാക്കുമാറാകട്ടെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം കൈകൊണ്ട് കബറ് കുഴിച്ചു വീടിന്റെ അകത്ത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രഭാഷണം ഇങ്ങനെ കേൾക്കുകയാ. ഒരു മഹാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുന്ന സമയത്ത് ഖുർആനിലെ ഒരു സൂറത്ത് ഓതി, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്ത് അങ്ങോട്ട് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോ നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് താഴെ വീണു. എല്ലാരും പഴുത് കഴിഞ്ഞു പോയി. ഈ ചങ്ങാതി അവിടെ കിടക്ക. അവസാനം ബോധം വന്നു. എഴുന്നേറ്റ് വീട്ടിലേക്ക് ഓടിച്ചെന്നു. അന്നു വരെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റിയിട്ട് ഖബറ് കുഴിച്ചു. ആരും അറിഞ്ഞില്ല. രാവിലെ മുഴുവനും നോമ്പ്, രാത്രിയിൽ ഖബറ് കുഴിക്കൽ. സ്വന്തം വീടിന്റെ അകത്ത് ഖബറ് കുഴിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്ന നഫീസത്തുൽ മിസ്രിയുടെ കണ്ണീർ നിന്ന് വീണ കണ്ണീര് കൊണ്ട് ഖബറ് പോലും നനഞ്ഞുപോയെന്ന അങ്ങനെ നിലവിളിച്ചോണ്ടാ കുഴിച്ചേ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീടിന്റെ അകത്ത് കരഞ്ഞുകൊണ്ട്, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ സീരിയൽ കണ്ടിട്ട് കരയാ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ പെമ്മക്കളും സീരിയൽ കണ്ട് കരയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീടിന്റെ അകത്ത് കരഞ്ഞ് 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 ഖബറ് കുഴിച്ചു. ഖബറിന്റെ പണി പൂർത്തിയായപ്പോ ഓടിപ്പോയി ഒതുവെടുത്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും എടുത്ത് ഖബറിന്റെ അകത്തിറങ്ങി. ഖബർ ഉദ്ഘാടനം ചെയ്തത് ഖബറിന്റെ അകത്ത് നിന്ന് നിസ്കരിച്ചു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിന്റെ അകത്തിരുന്ന് നിസ്കരിച്ചു. എന്നിട്ട് ഖബറിന്റെ അകത്തിരുന്ന ചരിത്രം പറയുന്നു, 6000 ഖത്തം കണ്ട 3000 6000 ഖത്തം ഖബറിന്റെ 6000 ഖത്തം കണ്ട 3000 6000 ഖത്തം ഖബറിന്റെ അകത്തിരുന്ന് ഓതിയുന്ന മഹദി. അവസാനം നോമ്പ, എല്ലാ ദിവസവും നോമ്പ്, ഉറക്കമില്ല. സുന്ദരിയായ മിസ്രിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്തൊരു ഗ്ലാമർ എന്നറിയോ. വെളുത്തു ചുമന്ന് തുടുത്തിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ എല്ലും തോലുമായി, കണ്ണും മുഖമെല്ലാം കറുത്തുപോയി, തൊലി മുഴുവനും കറുത്തു. കുടുംബക്കാര് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കണേ? മരിച്ചു പോകും നഫീസ, നീ എന്തിനാ ഉറക്ക ഒഴിയണേ? നിന്റെ സൗന്ദര്യം മുഴുവനും പോയല്ലോ. അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് 2 ആഗ്രഹമേ ഉള്ളേ.
ഈ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചു, ഇതിനകത്തിരുന്ന് നിസ്കരിച്ചു ഖുർആൻ ഓതി അള്ളാഹിനോട് ചോദിക്കുന്നത് രണ്ട് കാര്യം. ഒന്ന്, മരിക്കുമ്പോൾ നോമ്പുകാരിയായി മരിക്കണം. രണ്ട്, ഖുർആൻ ഓതിയിട്ട് മരിക്കണം. ഒരു പെണ്ണിന്റെ 30 കൊല്ലം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ച് ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ 4000-ഓളം ഖത്തമോദി ആ മഹദിയാണ് അല്ലാഹുവോട് ദുആ ചെയ്യുന്നത്. മരിക്കുമ്പോ എന്നെ നോമ്പുകാരിയാക്കി മരിപ്പിക്കണം തമ്പുരാന്. അതുമാത്രമല്ല, എനിക്ക് ഖുർആൻ ഓതി മരിക്കണമല്ലാ. വന്നവർ മുഴുവനും നിറകണ്ണുകളോടെ ഇറങ്ങി പോവുകയാണ്. അവസാനം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയമുള്ളവരെ, മരണമെടുത്തു വന്നു. മരണമെടുത്തു എന്ന് മനസ്സിലായപ്പോ അവിടുന്ന് പടച്ചവനെ നല്ലതുപോലെ കുളിച്ചു, ഉളുവെടുത്തു, കഫം തുണിയെടുത്തു, എന്നിട്ട് ഖബറിന്റെ ചാരത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. താൻ കുടിച്ച ഖബറിന്റെ ചാരത്ത് വന്നിട്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തലയുടെ ഭാഗത്ത് കഫം തുണി വെച്ചു. എന്നിട്ട് നഫീസ കടക്കുകയാ. നഫീസത്തുമാല വായിക്കുന്നവർക്കറിയാ, നഫീസത്തുമാല വായിച്ചുള്ളവർക്കറിയാ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹു മരിക്കുമ്പോ നോമ്പുകാരിയാ. 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് ചോദിച്ചു വാങ്ങിയതാ. അവിടുന്ന് മരിക്കുന്ന ദിവസം നോമ്പുകാരിയായിരുന്നു. എടാ ചെറുപ്പക്കാരാ, പ്രണയദിനത്തിൽ പ്രണയ ജോഡിയുമായി കറങ്ങുന്നവര്, ഗിഫ്റ്റ് വാങ്ങി വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരാ, പ്രണയിക്കേണ്ടത് ആരെയെന്നറിയുമോ? അല്ലാഹുവിനെ പ്രണയിക്കടാ. അല്ലാഹുവിന്റെ ഖുർആനിനെ പ്രണയിക്കൂ. അല്ലാഹുവിന്റെ മുത്തുനബിയെ പ്രണയിക്കൂ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇസ്ലാമിൽ ഇല്ലെന്നല്ല, അല്ലാഹുവിന് വേണ്ടി അർശിന്റെ താഴെ അല്ലാഹു സ്ഥാനം കൊടുക്കുമെന്ന് മുത്തുനബി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരിക്കുമ്പോ നോമ്പുകാരിയാ. പടച്ചവനെ, രണ്ടാമത്തെ മോഹം ഖുർആൻ ഓതി മരിക്കണമെന്നാണ്. പടച്ചവന് അസ്റായിൽ റൂഹ് പിടിക്കുകയാണ്. മലക്കുകൾ ഇങ്ങനെ റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുമ്പോ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന് ഓതിയ ഖുർആൻ എടുത്തിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഓതിയ ആയത്ത് ഏതെന്നറിയുമോ? ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹു വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതിയിട്ടാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടതെന്ന് ചരിത്രം പറയുമ്പോ, ഇമാം ശാഫി തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് നഫീസയാ. ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു, ഇമാം അവരുടെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനവറുകളുടെ ഏറ്റവും വലിയ കൂട്ടുകാരി നഫീസയായിരുന്നു. പടച്ചവനെ, ഒരു പനി പിടിച്ചാ അവിടെന്ന് പറഞ്ഞു വിടുമായിരുന്നു ദുആ ചെയ്യാൻ. ഒരു പനി പിടിച്ചാൽ പോലും ശിഷ്യന്മാരെ പറഞ്ഞു വിടും പോയിട്ട് ദുആ ചെയ്യാൻ. ഒരിക്കൽ അവസാനം പനി പിടിച്ചിട്ട് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, സമയമായിരുന്നു, മരണത്തിന്റെ അടയാളം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ബന്ധം, അതാണ് നല്ല ബന്ധം. നമ്മുടെ ബന്ധം മൊബൈൽ എടുത്തു വെച്ച് 10:30-ക്ക് ശേഷം വഅദ് പറയുന്ന ബന്ധം. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മളങ്ങനല്ലല്ലോ. നമ്മുടെ ബന്ധം ഈ പറഞ്ഞതിനർത്ഥം അപ്പൊ ഉസ്താദ് പെണ്ണുങ്ങളുമായിട്ട് നല്ല ബന്ധം പറ്റാമെന്നുള്ളതിന് മസലയല്ല. ചെറുപ്പക്കാർ അങ്ങനെയാണ് കാണും. പെണ്ണുങ്ങളുമായിട്ടപ്പോ നല്ല ഇല്ലേ ഞങ്ങള് ബന്ധം എന്ന് പറഞ്ഞാൽ സുബഹിക്ക് വിളിച്ചുണർത്തുന്ന ബന്ധം ഉസ്താദ്. അതന്നെ, സുബഹി നിസ്കരിക്കാൻ വേണ്ടി അവള് രാവിലെ വിളിച്ചുണർത്തും ഇല്ലേ? കാമുകി നിസ്കരിക്കട, എഴുന്നേറ്റ് സുബഹി നിസ്കരിക്ക്, ദിക്ർ പറ, ഖുർആൻ ഓത്, ഇതൊക്കെ ഇല്ലേ? എൻ്റെ പ്രണയപ്പെട്ട സഹോദരങ്ങളെ, പ്രണയിക്കണം. ഭാര്യമാരെ പ്രണയിക്ക്, അതാണ് ഏറ്റവും നല്ല പ്രണയം. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹ് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. കണ്ടവന്റെ പെണ്ണുമ്പിള്ള പ്രണയിക്കണമെന്നല്ല, സ്വന്തം ഭാര്യയെ പ്രണയിക്കണം, പ്രേമിക്കണം. എപ്പോ? വിവാഹം കഴിഞ്ഞിന്നു മുതൽ.
വിവാഹം കഴിഞ്ഞതിൻ്റെ രാത്രി മുതൽ തൻ്റെ ഭാര്യയെ പ്രണയിക്കണം. അവളാണ് നമ്മുടെ പ്രണയ ജോഡി. അള്ളാഹു സ്വർഗത്തിലും ഒരുമിച്ചാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, അല്ലാതെ വല്ലവൻ്റെ പെണ്ണമ്പിള്ളയെ പ്രേമിക്കുക, വല്ലവൻ്റെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ മോളെ പ്രേമിച്ച് അവസാനം എത്തിയും കാനയിലാകാം. പ്രേമിച്ച് കെട്ടിയവന്മാരെല്ലാം കടന്ന് സക്കറാത്തിൻ്റെ അവസ്ഥയിലായി. ഇപ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും അതുകൊണ്ട് ആരോടെങ്കിലും പോയി ചോദിച്ചാൽ മതി. പ്രണയിക്കുന്ന ഓരോ ആണും പെണ്ണും പ്രണയിച്ച് വിവാഹം കഴിച്ചവരോട് പോയി ചോദിക്കണം. അള്ളാഹനെ സാക്ഷി നിർത്തിയിട്ട് പറ ജീവിതം എങ്ങനെയുണ്ടെന്ന്. അഭിനയം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. ഒരിക്കലും അതാണ് നിങ്ങൾ ഓരോരുത്തരും. പണ്ടൊക്കെ എത്ര തലാക്കുണ്ട്, തലാക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴല്ലേ തലാക്കൊക്കെ വന്ന്. ഓരോ മനുഷ്യന്മാർ തമ്മിലടി, ഭാര്യയും ഭർത്താവും തമ്മിലടിച്ച് കള്ളത്തരങ്ങൾ കാണിച്ച് ചതിയും വഞ്ചനയും കാണിച്ച് അഭിനയിച്ച് അള്ളാഹ് തന്ന ആയുസ് കളഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ ബർക്കത്തിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ താടി വളർത്തുന്നത് മോനെ അത് അവന് വേണ്ടിയാകരുത്. അത് ഏതെങ്കിലും ഒരു സിനിമാ താരത്തിനെ പഠിച്ചുകൊണ്ടാവരുത് മോനെ. നിന്റെ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് താടി വളർത്താൻ. നീ വളർത്തിക്കോ നല്ല രീതിയിൽ. താടി നീ വളർത്ത്, നിന്റെ മീശ നീ വെട്ട്. മീശ വടിക്കരുത്, താടിയും വടിക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വരുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.